യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയാൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനാവില്ല. എണ്ണ എത്തേണ്ടി വരും. അവിടെയാണ് റഷ്യൻ കപ്പലുകൾ തയ്യാറായി നിൽക്കുകയാണ്. എണ്ണ കിട്ടാതെ വ്യവസായ രംഗം മുരടിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചു തരൂ, നിങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി പേർഷ്യൻ ഗൾഫിൽ നിന്നും എണ്ണ കൊണ്ടുപോകാം, പ്രകൃതിവാതകം കൊണ്ടുപോകാം, പുറം ലോകത്തെ കൊണ്ടുപോകാം. പക്ഷേ 2 രാജ്യങ്ങൾക്ക് മാത്രം. ഞങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഞങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റഷ്യയ്ക്കും ചൈനയ്ക്കും തങ്ങളുടെ കപ്പലുകൾക്ക് ആ ഭാഗത്തൂടെ അകത്തേക്ക് വരാം, പുറത്തേക്ക് വരാം, ഞങ്ങൾ ആക്രമിക്കില്ല. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്രംപ് ഒരു കുരുക്കിൽ അകപ്പെട്ട അവസ്ഥയിലായോ, ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിതനേക്കാൾ ശക്തിയുണ്ടോ ഇറാന് എന്നീ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഇനി ചോദിക്കാനുള്ളത്, പ്രതിസന്ധികൾ ഏറെ ഉണ്ടായ കാലത്ത് പോലും അടയ്ക്കാത്ത ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഇറാൻ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഊർജ്ജ ആവശ്യത്തിന് 20% നടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ കൊണ്ടുവരുന്ന എണ്ണയാണ്. ഇപ്പോൾ ഈ കടലിടുക്ക് അടച്ചത് ലോകത്തിൻ്റെ നട്ടെല്ലൊടിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? ഈ നട്ടെല്ല് ഒടിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദീർഘമായി നിന്നു പോയാൽ നോക്കൂ, ഹോർമൂസിൻ്റെ പ്രാധാന്യം, ആ കടലിടുക്കിൻ്റെ പ്രാധാന്യം ഏറെ വിവരിച്ചിട്ടുള്ളതാണ് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ. പക്ഷേ അത് മറ്റൊരു ആംഗിളിൽ കാണാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഈ അടയ്ക്കുക എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ്. എങ്ങനെയാണ് അടയ്ക്കുക? ശരാശരി ഒരു 35 കിലോമീറ്റർ വീതിയുള്ള ഒരു കടലിടുക്കാണ്. അപ്പോൾ വടക്ക് വശത്ത് ഇറാൻ, തെക്ക് വശത്ത് ഉന്തി നിൽക്കുന്ന ആ ഭാഗത്ത് 2 രാജ്യങ്ങൾ, UAE ആൻഡ് ഒമാൻ. അപ്പം സമുദ്ര തീരം എന്ന് പറയുന്നത് 20 കിലോമീറ്ററോളം അതത് രാജ്യങ്ങളുടെ സമുദ്ര അതിർത്തിയാണ്. അപ്പോൾ അത് കടന്നുകൊണ്ട് അപ്പം ഇറാൻ്റെ സമുദ്ര അതിർത്തിയും UAEയുടെയും ഒമാൻ്റെയും സമുദ്ര അതിർത്തിയും കൺവേർജ് ചെയ്യുന്നു. ചില പോയിന്റുകളുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര കപ്പൽച്ചാൽ എന്ന രീതിയിൽ 1.5 കിലോമീറ്റർ വീതിയുള്ള ഒരു കപ്പൽച്ചാൽ അവിടെ അനുവദനീയമായ കാര്യവുമാണ്. അതൊരു അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര യാനങ്ങൾക്ക്, എണ്ണ കപ്പലുകൾക്ക്, ചരക്ക് കപ്പലുകൾക്ക്, യാത്രാ കപ്പലുകൾക്ക്, ആഡംബര നൗകകൾക്ക്, യുദ്ധക്കപ്പലുകൾക്ക് ഉൾപ്പെടെ കടന്നു പോകാനുള്ള ഒരു പാത. ആ പാത അടയ്ക്കുക എന്നത് സാങ്കേതികമാണെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? കപ്പലുകൾ കുറുകെയിട്ട് ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ബാരിക്കേഡുകൾ വെക്കാം, വാഹനങ്ങൾ കുറുകെയിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടയറുകൾ ഇട്ട് കത്തിച്ച് ഒരു പ്രതിബന്ധം വെക്കാം. അങ്ങനെയുള്ളത് കടലിൽ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അടയ്ക്കുക എന്ന് പറയുന്നത് അടച്ചു എന്ന് പറയാനേ കഴിയൂ. അങ്ങനെ പറഞ്ഞാൽ അത് കടന്നു പോയി കഴിഞ്ഞാൽ സർവനാശമായിരിക്കും ഫലം. അത് വാർണിംഗ് ആണ്. ചരക്ക് കപ്പലുകളോ ഏതെങ്കിലും കപ്പലുകളോ അതിലേക്ക് കടന്നു പോയാൽ ഞങ്ങൾ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും അയച്ച് ആക്രമിക്കും. നമ്പർ 1, കരയിൽ നിന്നും. കാരണം അതിൻ്റെ ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഇറാനാണ്. ഇറാൻ്റെ തെക്ക് പ്രദേശത്ത്, സാഗ്രോസ് മലനിരകളുടെയും തെക്കുള്ള പ്രദേശത്ത്, തീരപ്രദേശത്തെ ഏതെങ്കിലും താഴ്വര പ്രദേശത്ത് നിന്നും മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. ഹ്രസ്വദൂര മിസൈലുകൾ മതിയാകും. ഇറാൻ്റെ ഷോർട്ട് റേഞ്ച് മിസൈൽ 300 കിലോമീറ്റേഴ്സൊക്കെയുള്ള ഷോർട്ട് റേഞ്ച് മിസൈലുകളുണ്ട്. അതിനേക്കാൾ ചെറിയ മിസൈലുകളുണ്ട്. ഇതൊക്കെ മതി. ഈ വളരെ അടുത്താണല്ലോ സ്ഥലം, അത് തകർക്കാൻ കഴിയും. സാങ്കേതികമായി പറ്റും. ഒരുപാട് മിസൈലുകൾ വരുമ്പോൾ ഏതാനും ഷിപ്പുകൾ തകർക്കാൻ സാധിക്കും. അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. അപ്പോൾ പൂർണ്ണമായി ഈ പ്രതിരോധമൊരുക്കാൻ ഒരുപക്ഷെ കഴിയാതെ വന്നേക്കാം. ഇപ്പം കപ്പൽ, വിമാനവാഹിനി കപ്പലൊക്കെ വളരെ ദൂരെ കിടക്കുകയാണ്. ഹോർമൂസിലൊന്നുമല്ല കിടക്കുന്നത്. വളരെ വളരെ ദൂരെ ഒമാൻ ഉൾക്കടലിൽ നിന്നും ഏറെ മാറി, ഏതാണ്ട് 130 നോട്ടിക്കൽ മൈൽസ് മാറിയാണ്, ആഴക്കടലിൽ തന്നെയാണ് അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പൽ കിടക്കുന്നത്. അമേരിക്കയുടെ തന്നെ മറ്റൊരു കപ്പലായ USS ജെറാൾഡ് ഫോർഡ് അവിടെ എങ്ങുമല്ല കിടക്കുന്നത്, മെഡിറ്ററേനിയൻ കടലിലാണ്. അത് ഇസ്രായേൽ തീരത്തു നിന്ന് മാറി കിടക്കുകയാണ്. അത് വേറൊരു ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ ഹോർമൂസ് കടലിടുക്കിൽ സാധ്യതകൾ അടയ്ക്കുക എന്ന് പറയുമ്പോൾ 3-4 സാധ്യതകളാണ്. 1, വ്യാപകമായി അന്തർവാഹിനികളിൽ നിന്നും ടോർപിഡോ പായിക്കുകയോ, ഇറാൻ്റെ ചില കപ്പലുകൾ കാര്യമായി മുക്കുന്നുണ്ട്. 8 ഇറാനിയൻ വെസൽസ്, ചെറിയ കപ്പലുകളാണ് അമേരിക്ക മുക്കിയതായി പറയുന്നത്, വ്യോമാക്രമണത്തിൽ തകർത്തതായി പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാം. അങ്ങനെ എളുപ്പം ഇറാൻ്റെ ഗൺബോട്ടുകൾക്കും കപ്പലുകൾക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗൺബോട്ടുകൾ ചെറുതാണ്. ഇവയൊക്കെ സംഘം ചേർന്ന് വെട്ടുക്കിളികളെ പോലെ ആക്രമിക്കാൻ തിയററ്റിക്കലി സാധിക്കും. പ്രാക്ടിക്കലി അതത്ര എളുപ്പമാകണമെന്നില്ല, തിയററ്റിക്കലി സാധിക്കും. അതാണ് ഒരു സാധ്യത. അടയ്ക്കുക എന്ന് പറയുമ്പോഴുള്ള ഒരു സമ്മർദ്ദം അതാണ്.
2, മൈനുകൾ വാരി വിതറാൻ കഴിയും. ചിലവ് കുറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. കടലിലെ മൈനുകൾ ഇറാനിയൻ കപ്പലുകൾക്കോ ഇറാനിയൻ ഗൺ ബോട്ടുകൾക്കോ വ്യാപകമായി മൈനുകൾ ആ പ്രദേശത്താകമാനം വിതറാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഒരു കപ്പലും പോകാനാവില്ല. പക്ഷേ അത് ഇറാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധ്യതയുമില്ല. ഇറാൻ്റെ സ്ട്രാറ്റജി വളരെ ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ട്രാറ്റജി പറഞ്ഞു. നിങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി പേർഷ്യൻ ഗൾഫിൽ നിന്നും എണ്ണ കൊണ്ടുപോകാം, പ്രകൃതിവാതകം കൊണ്ടുപോകാം, പുറം ലോകത്തേക്ക് കൊണ്ടുപോകാം. പക്ഷേ 2 രാജ്യങ്ങൾക്ക് മാത്രം ഞങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഞങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനി കാലയവനിക്കുള്ളിൽ മറഞ്ഞപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റഷ്യയ്ക്കും ചൈനയ്ക്കും തങ്ങളുടെ കപ്പലുകൾക്ക് ആ ഭാഗത്തൂടെ അകത്തേക്ക് വരാം, പുറത്തേക്ക് വരാം, ഞങ്ങൾ ആക്രമിക്കില്ല. അവിടെയാണ് ഇറാൻ്റെ ഒരു തന്ത്രം വരുന്നത്. മറ്റ് കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകൾ, ഇന്ത്യൻ കപ്പലുകൾ, മറ്റേത് രാജ്യത്തിൻ്റെ കപ്പലുകൾ ആക്രമിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സെലക്ട് യൂസാണ്. ഇതെങ്ങനെയാണ് ഒരു പക്ഷേ ഉപരോധം പൊളിക്കാനും യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ തന്നെ മാറ്റാനും കഴിയുന്ന ഒരു തന്ത്രപരമായ തീരുമാനമാണ്. ഇപ്പോൾ റഷ്യ പറയുകയാണ്, ഞങ്ങൾ യുദ്ധത്തിലൊന്നും പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷം ചേരുന്നില്ല, പക്ഷേ ഞങ്ങൾ കപ്പലുകളെ ആ ഭാഗത്തേക്ക് അയക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കൂ. ചൈന പറയുന്നു, ഞങ്ങളുടെ കപ്പലുകളെ, സ്വകാര്യ കപ്പലുകളല്ല, ഞങ്ങൾ കപ്പലുകളെ എന്തെങ്കിലും വാടകയ്ക്കെടുത്ത് ചൈനീസ് ഫ്ലാഗിൽ അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് കപ്പലുകളെ അങ്ങോട്ട് അയക്കുന്നു. ഞങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ വേണം, ഞങ്ങൾ കൊണ്ടുപോകും, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിക്കൂ, ബാക്കി ഞങ്ങൾ മറുപടി തരാം. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ ആക്രമിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇറാൻ ലോകത്തോട് മുഴുവനായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ചൈനയും റഷ്യയും പരമാവധി ആകർഷിച്ച് അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ആ ഒരു ചൂണ്ടയിലൊന്നും ചൈനയും റഷ്യയും കുത്തിയിട്ടില്ല. കാരണം ഒരു പ്രകോപനം കൂടുതലാണ്. ഏതെങ്കിലും ഒരു ചൈനീസ് കപ്പലോ റഷ്യൻ കപ്പലോ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് ഹോർമൂസ് കടക്കുന്ന സമയത്ത് അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ, അത് ഇറാനിയൻ ആക്രമണം ഉണ്ടാവില്ല, അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ അതിനർത്ഥം എന്താ? ആ രാജ്യങ്ങളും കൂടെ അവസാനം യുദ്ധത്തിൽ പങ്കുചേരുന്ന അവസ്ഥ വരും. അതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ ഇതെല്ലാം തന്ത്രങ്ങളാണ്. ഇതെല്ലാം തന്നെ ഇപ്പം യുദ്ധമെന്ന് പറയുമ്പോൾ തന്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം കൂടിയല്ലേ, ചില ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, തന്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അവിടെയാണ് 5 രാജ്യങ്ങൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും വെളിയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കടത്തണമെങ്കിൽ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിച്ചേ പറ്റൂ. ഇറാന് പൂർണ്ണമായി ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇറാന് ഹോർമൂസ് കടലിടുക്കിന് കിഴക്ക് ഭാഗത്തും തുറമുഖങ്ങളുണ്ട്. മാത്രമല്ല ഇന്ത്യ സഹായിച്ചുണ്ടാക്കിയ ചബഹാർ തുറമുഖം ഹോർമൂസ് കടലിടുക്കിന് കിഴക്കാണ്. അത് ഒമാൻ ഉൾക്കടലിൻ്റെ തീരത്താണ്. അറേബ്യൻ സീയിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഹോർമൂസ് ഒന്നും കടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇറാൻ്റെ ഉൾനാടൻ തുറമുഖങ്ങൾ തീർച്ചയായും ഹോർമൂസിനുള്ളിലാണ്. അപ്പോൾ ഇറാനെ നമ്മൾ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. പക്ഷേ ഇറാഖിന് എണ്ണ പുറം ലോകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് കടന്നാലേ പറ്റൂ. ഖത്തറിന് കൊണ്ടുപോകണമെങ്കിൽ ഹോർമൂസ് കടലിടുക്കല്ലാതെ ഒരു വഴിയുമില്ല. ഖത്തറിലാണ് ലോകത്തെ പ്രകൃതിവാതക ശേഖരത്തിൻ്റെ ഉത്പാദനത്തിൻ്റെ ഏതാണ്ട് 1/3 ഖത്തറിൻ്റെ. ഖത്തറാണ് മൊണോപ്പൊളി പവറാണ്. 20% ആണ്, 1/3 വരില്ല, 20% ഉത്പാദനം. പക്ഷേ വിപണനം എല്ലാം കൂടി ചേരുമ്പോൾ ലോകത്തിൻ്റെ LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതിൻ്റെ മൊണോപ്പൊളിയുള്ള രാജ്യമാണ് ഖത്തർ. അവിടെ ഉത്പാദനം നിർത്തിയിരിക്കുന്നു. കാരണം വിപണനം സാധിക്കുന്നില്ല, വിതരണം സാധിക്കുന്നില്ല, കടത്തൽ സാധിക്കുന്നില്ല, ഉത്പാദനം വരെ നിർത്തി. അത് വളരെ വലിയ ഷോക്കാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം. ഖത്തറിന് വേറെ ഔട്ട്ലെറ്റ് ഇല്ല എന്ന് ഓർക്കണം. ബഹ്റൈൻ ചെറിയ രാജ്യമാണ്. അവിടെയാണ് അമേരിക്കൻ കപ്പൽപ്പടയുടെ ആസ്ഥാനം, 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം. അവിടെ കാര്യമായ അതൊന്നും പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. പക്ഷേ അവിടെ നിന്നും എണ്ണ വെളിയിലേക്ക് കൊണ്ടുവരാവില്ല. അപ്പം 3 രാജ്യങ്ങൾ. 4, സൗദി അറേബ്യയ്ക്ക് എക്സിറ്റ് റൂട്ടുണ്ട്, ചെങ്കടൽ തീരമുണ്ട്, അങ്ങോട്ട് കുറേ പമ്പ് ചെയ്യാം. പക്ഷേ പ്രധാനപ്പെട്ട പല തുറമുഖങ്ങളും പേർഷ്യൻ ഗൾഫ് മേഖലയിലാണ്. അപ്പോൾ സൗദിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. UAEക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ഒമാന് കുറുകെ നേരെ ഒമാൻ ഉൾക്കടലിലേക്ക് കടക്കുകയും അറബിക്കടലിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാൻ മാർഗമുണ്ട്. പക്ഷേ UAEയുടെയും 70% എണ്ണ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുപോകേണ്ടത് പേർഷ്യൻ ഗൾഫിലൂടെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എത്ര രാജ്യങ്ങളാണ്? കുവൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലോക്ക്ഡ് അല്ലേ. ഈ പേർഷ്യൻ ഗൾഫിൻ്റെ അങ്ങേയറ്റത്ത് വടക്ക് പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കുവൈറ്റ്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ അവരുടെ വിഭവങ്ങൾ പുറത്തെത്തിക്കണമെങ്കിലും പുറത്തു നിന്നുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ അകത്തേക്ക് എത്തിക്കണമെങ്കിലും ഈ കപ്പൽ പാത ആവശ്യമുണ്ടല്ലോ, ഹോർമൂസ് കടലിടുക്ക് ആവശ്യമുണ്ടല്ലോ. അത് ഇറാൻ ബ്ലോക്ക് ചെയ്താൽ
വല്ലാതെ നോവും. തൽക്കാലത്തേക്ക് നോവില്ല, കാരണം ബഫർ ശേഖരം ഉണ്ടാകും. ഇന്ത്യക്കുൾപ്പെടെ ഒരു ബഫർ ശേഖരമുണ്ട്. 76 ദിവസത്തേക്കുള്ള ബഫർ സ്റ്റോക്കുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എണ്ണയ്ക്ക് വില കൂടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കുറഞ്ഞു വരും. പെട്ടെന്ന് ഭീതിതമായ രീതിയിൽ എണ്ണയുടെ ആവശ്യം കൂടും, സപ്ലൈ കുറഞ്ഞു വരും, വിതരണമേ ഇല്ലല്ലോ. അവിടെയാണ് റഷ്യൻ ചൈനീസ് തീരുമാനത്തിന് വേണ്ടി ഇറാൻ കാത്തു നിൽക്കുന്നത്. അതൊക്കെയാണ് യുദ്ധത്തിൽ ഒരു സൈഡ് വളരെ വീക്കാകുമ്പോൾ ഒരു വലിയ കളികൾ കളിക്കേണ്ടി വരും. അല്ല എങ്കിൽ അത് ബാലൻസ് ചെയ്യില്ല. ആ കളിയാണ് ഹോർമൂസിനെ മുൻനിർത്തി ഇറാൻ്റെ പ്രതീക്ഷയാണ് ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഉപരോധം അല്ലെങ്കിൽ ഹോർമൂസ് അടയ്ക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ബലം പ്രയോഗിച്ച് തുറക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നില്ല. ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലുമൊക്കെ കപ്പലുകൾക്ക് നേരെ ആക്രമണം വരാം. അവിടെ എങ്ങാനും എണ്ണക്കപ്പൽ നേരെ ആക്രമണം വരികയും എണ്ണ കടലിലേക്ക് പരന്നൊഴുകുകയും ചെയ്താൽ സംഭവിക്കാവുന്ന പാരിസ്ഥിതിക ആഘാതം. പേർഷ്യൻ ഗൾഫ് മഹാസമുദ്രമൊന്നുമല്ല, അതൊരു ഉൾക്കടൽ മാത്രമാണ്. അവിടെ എല്ലാം എണ്ണ വ്യാപിക്കുന്ന അത് ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതിക വിഷയങ്ങൾക്കും കാരണമാകും ഏതാനും എണ്ണ ടാങ്കറുകൾ ആ ഭാഗത്ത് തകർന്നു വീണാൽ. അതൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇറാൻ പ്രവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് ഇറാൻ അടച്ചു എന്ന് പറയുന്ന ആ ഒരു കപ്പൽ പാത അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് ബലം പ്രയോഗിച്ച് തുറക്കാൻ ഒരു ശ്രമം നടത്തുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം, പക്ഷേ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തരണം എന്ന് അമേരിക്കയോ ഇസ്രായേലോ പറയുന്ന ഘട്ടം വന്നാൽ, അല്ല എങ്കിൽ ഇറാൻ അങ്ങോട്ട് പറയുന്നു ഞങ്ങൾ ചർച്ച ചെയ്യാം, ഹോർമൂസ് കടലിടുക്ക് തുറന്നു തരാം, പക്ഷേ ഞങ്ങൾക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കണം, ആക്രമണം നിർത്തണം എന്ന് ഇറാനും പറയാനുള്ള അവസരമുള്ള ഒന്നാം തരം ഫ്ലാഷ് പോയിൻ്റാണ്. നെഗോസിയേഷൻ്റെ ഉൾപ്പെടെ യുദ്ധത്തിൻ്റെ ഉൾപ്പെടെ ഫ്ലാഷ് പോയിൻ്റായി വരുന്നത്, ഒരു ബെയ്റ്റായി വരുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ഈ അസംസ്കൃത എണ്ണ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ 3ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിൻ്റെ 80% ഇറക്കുമതിയാണ് എന്നിരിക്കെ ഇതിൽ 50% പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. 70% LPGയും എത്തുന്നത് ഈ മേഖലയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ യുദ്ധം നീണ്ടുപോകുന്നത് ഇന്ത്യയുടെ എണ്ണ ശേഖരത്തെ ബാധിക്കുമെന്നുറപ്പാണ്. അപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം നീണ്ടാൽ മറ്റ് പോംവഴികളില്ല എങ്കിൽ ഇന്ത്യക്ക് ബദൽ മാർഗങ്ങൾ തേടേണ്ടിയും വരും. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുമോ ഇന്ത്യ? അങ്ങനെ ചോദിക്കാൻ കാരണം റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് തിട്ടൂരമിറക്കിയാണ് അമേരിക്ക ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതും താരിഫ് പിൻവലിച്ചതും എന്നിരിക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇന്ത്യയുടെ എണ്ണ പ്രതിസന്ധി. അത് ദേശീയ താല്പര്യമാണ്. നമ്മൾ അമേരിക്കയോട് ഭാരതം ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രധാന അടിസ്ഥാനം വ്യാപാര സാധ്യതയാണ്, കയറ്റുമതി സാധ്യതയാണ്, വിപണന സാധ്യതയാണ്. പക്ഷേ ഇപ്പോൾ ഇതാ വലിയൊരു വിപത്ത് വരുന്നു. എണ്ണ, ഇവിടെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ള 80% എണ്ണയും ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെയാണ് കണ്ടെത്തുന്നത്. അത് പരമ്പരാഗതമായി ഇറാനിൽ നിന്നും ഒരു കാലത്ത് കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നു. പിൽക്കാലത്ത് ഇറാഖിൽ നിന്നായി കൂടുതൽ എണ്ണ, സൗദി അറേബ്യയിൽ നിന്ന് ന്യായമായ എണ്ണ ഉണ്ട്. ഇതെല്ലാം തന്നെ കടന്നു വരേണ്ടത് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് അറബിക്കടലിലേക്കും ഇന്ത്യയുടെ തീരങ്ങളിലേക്കും എണ്ണ ടാങ്കറിലൂടെ എത്തലുണ്ട്. ഇറാൻ ഇന്ത്യ പൈപ്പ് ലൈൻ, ഗ്യാസ് പൈപ്പ് ലൈൻ, അതേക്കുറിച്ച് സംസാരമുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യമായ ഇത് മുന്നോട്ട് പോയിട്ടില്ല. അവിടെ ഇന്ത്യയുടെ ജീവനാഡിയാണ്. ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ ഉത്പാദനക്ഷമത നിലനിർത്താൻ, ഇക്കോണമി വൈബ്രൻ്റായി നിലനിർത്താൻ അവിടെ ഊർജ്ജമുണ്ട്. ഇപ്പോഴും ഇന്ത്യ ഊർജ്ജത്തിന് വേണ്ടി പ്രധാനമായി ആശ്രയിക്കുന്ന തെർമൽ റൂട്ടിനെയാണ്. അതുകൊണ്ട് അത് എണ്ണ വേണം. ഇവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ റിഫൈനറികൾ, ലോകത്തെ തന്നെ ഏറ്റവും ഗംഭീരമായ റിഫൈനറികൾ ഗുജറാത്ത് തീരത്തും ബോംബെ തീരത്തും ഒക്കെ തന്നെയാണ്. അവിടെയാണ് റിഫൈനറികൾ. എന്തുകൊണ്ടാണ്? ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നു, അത് സംസ്കരിക്കുന്നു, എന്നിട്ട് നമ്മൾ പെട്രോൾ, ഡീസൽ, കെറസിൻ, ഏവിയേഷൻ ഓയിൽ, ഗ്രീസ്, അതുപോലെ നാഫ്ത ഇതെല്ലാം കയറ്റി അയക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ എണ്ണ ഇറക്കുമതി രാജ്യമാണെന്ന് പറയുമ്പോഴും ഇതൊരു വ്യവസായമാണ്. ഇന്ത്യ അത് മൂല്യവർദ്ധന വരുത്തി, സമ്പുഷ്ടീകരിച്ച്, ശുദ്ധീകരിച്ച്, ഫൈനൽ പ്രോഡക്റ്റാക്കി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റി അയക്കുന്നു. വലിയ വിദേശ നാണ്യം നേടിത്തരുന്ന കാര്യവുമാണിത്. അപ്പോൾ നമുക്ക് ഇറക്കുമതി കോസ്റ്റ് ഉണ്ട്, അതേസമയം കയറ്റുമതി സാധ്യതയുണ്ട്. എല്ലാം എണ്ണയാണ്. അപ്പോൾ ഇന്ത്യയുടെ റിഫൈനറികൾക്ക് എന്താണ് പണി? പിന്നെ ഇപ്പോൾ ശേഖരമുണ്ട്, 76 ദിവസത്തേക്കുള്ള ശേഖരമുണ്ട്. അത് 4 ദിവസം മുമ്പത്തെ കണക്കാണ്. അത് കുറഞ്ഞു വരും. യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയാൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനാവില്ല. എണ്ണ എത്തേണ്ടി വരും. അവിടെയാണ് റഷ്യൻ കപ്പലുകൾ തയ്യാറായി നിൽക്കുകയാണ്.
ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചു കൊണ്ടുവന്നു. അമേരിക്കൻ സമ്മർദ്ദം തന്നെയാണ് കാരണം. അതല്ല എന്ന് എത്ര പറഞ്ഞാലും ശരി, അമേരിക്കൻ സമ്മർദ്ദം കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയാണ്. പുതിയ ഓർഡറൊന്നും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇനി പുതിയ ഓർഡർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഏപ്രിൽ ആയി കഴിയുമ്പോൾ എണ്ണ വരവ് ഏതാണ്ട് ഒരു ട്രിക്കിളിലേക്ക് മാറും. ഒരു ഘട്ടത്തിൽ 38% ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിൻ്റെ, ക്രൂഡ് ഓയിൽ ആവശ്യത്തിൻ്റെ 38% കെയിം ഫ്രം റഷ്യ. അതാണ് പീക്ക്. അത് കഴിഞ്ഞ വർഷം ഒരു മധ്യത്തിൽ ഉണ്ടായ പീക്കാണ്. മുൻപില്ലായിരുന്നു കേട്ടോ. ഈ റഷ്യയിൽ നിന്നും കാര്യമായ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നമുക്ക് ഉണ്ടായിരുന്നില്ല. ഉക്രൈൻ യുദ്ധം ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് റഷ്യൻ എണ്ണ പൊതുവിപണിയിൽ വിൽക്കാൻ ഉപരോധം കാരണം സാധ്യമാകാതെ വന്നപ്പോൾ വൻതോതിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി തുടങ്ങി. അതിനു മുൻപ് ഗൾഫിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും നൈജീരിയയിൽ നിന്നും ഒക്കെ നമ്മൾ സോഴ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് പകരമായി ഇപ്പോൾ ഇനി വരേണ്ടത് ഗൾഫ് മേഖലയിൽ നിന്നാണ്, പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നാണ്. അത് അടച്ചിടുന്നു. അത് ഇന്ത്യയുടെ കുഴപ്പം കൊണ്ടല്ലോ. അത് ഏത് രാജ്യമാണോ? അത് അമേരിക്കയാണ്. അമേരിക്കയാണല്ലോ ഇന്ത്യയോട് പറഞ്ഞത് റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന്. അമേരിക്ക കാരണം ഇത് ഹോർമൂസ് കടലെടുക്ക് അടച്ചിടേണ്ടി വന്നാൽ അവിടെയാണ് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ, ഇന്ത്യൻ ടെനാസിറ്റിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ റിസോൾവിൻ്റെ ഒരു പ്രതിഫലനം കാണേണ്ടത്. അമേരിക്കയോട് ഇന്ത്യ പറയാൻ തയ്യാറാണോ? ലുക്ക്, നമ്മളൊരു അനൗപചാരികമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. നമ്മൾ കരാറിൽ ഏർപ്പെടാൻ പോകുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ റീനെഗോഷിയേറ്റ് ചെയ്ത് കരാറിൽ ഏർപ്പെടും. വിശാലമായ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, സമഗ്ര വ്യാപാര കരാർ ഒപ്പിടും. അതിന് കണ്ടീഷനായി വെച്ചതാണല്ലോ റഷ്യൻ എണ്ണ. ഇപ്പോഴിതാ ഞങ്ങൾക്ക് എണ്ണ ഒരു തുള്ളി കിട്ടാനില്ലാതെ വരുന്നു പേർഷ്യൻ ഗൾഫിൽ നിന്ന്. ഞങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യമാണ് ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നത്. ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ റഷ്യയിൽ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങാൻ പോവുകയാണ്. അമേരിക്കയ്ക്ക് എന്ത് പറയാൻ കഴിയും? അമേരിക്ക തന്നെ വരുത്തി വെച്ച ഒരു യുദ്ധം. ആ യുദ്ധം കാരണം ഇന്ത്യക്ക് എണ്ണ ആവശ്യം വന്നാൽ റഷ്യയിൽ നിന്നും റഷ്യ നൽകാൻ തയ്യാറാണ്. റഷ്യക്കറിയാം ഇന്ത്യ റഷ്യയോട് വിരോധമുള്ളതുകൊണ്ടല്ല, നിവൃത്തികേട് കൊണ്ടാണ് റഷ്യൻ എണ്ണ വാങ്ങൽ കുറച്ചുകൊണ്ട് വന്നത് എന്ന്. റഷ്യൻ കപ്പലുകൾ വിവിധ ഇടങ്ങളിൽ വലിയ ഹ്യൂജ് ഓയിൽ ടാങ്കേഴ്സ് നിർണായകമായ ഇടങ്ങളിൽ നിർത്തിയിട്ടിട്ടുണ്ട്, നങ്കൂരമിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് രീതികൾ. ഉത്പാദനം നടക്കും. വിതരണം അട്ടിമറിക്കപ്പെട്ടാൽ വളരെ സുരക്ഷിതമായ ഇടങ്ങളിൽ പഴയ ഓയിൽ ടാങ്കറുകളാണ് കേട്ടോ. പിന്നെ വലിയ 10, 30, 40 വർഷം പഴക്കമുള്ള വലിയ ഓയിൽ ടാങ്കേഴ്സ്. അതിൻ്റെ വാടക ചിലവ് കുറവാണ്. പ്രൈവറ്റ് ടാങ്കേഴ്സൊക്കെ ആയിരിക്കാം. അത് വാടകയ്ക്കെടുത്ത് കരുതൽ ശേഖരം കടലിലേക്കൊക്കെ മാറ്റി ആവശ്യം വന്നാൽ അവിടുന്ന് മറ്റ് കപ്പലുകളിൽ കയറ്റിയോ അതേ കപ്പലുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടോ വേണ്ട തീരങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. ഉപരോധം മാറിയാൽ ഉത്പാദനം പെട്ടെന്ന് കൂട്ടാനാവില്ലല്ലോ. അതുകൊണ്ട് ശേഖരം പലതും സൂക്ഷിച്ചിരിക്കുന്നത് പഴയ കപ്പലുകളിൽ കടലിൽ തന്നെയാണ്. അതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയും. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ മാത്രം മതിയാകും. അതിനുള്ള ആർജവം ഇന്ത്യ കാട്ടുമോ? അതിനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടോ? അതോ അമേരിക്ക ഇന്ത്യയെ വിരട്ടി ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് കർശനമായി തിരിച്ചടിക്കുമോ? ആ ഒരു അന്തരീക്ഷം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇത് യുദ്ധമാണ്. ഇത് അമേരിക്കയുടെ യുദ്ധമാണ്. ഇത് ഇന്ത്യയുടെ യുദ്ധമല്ല. ഇത് അമേരിക്കയുടെ യുദ്ധമാണ്, ഇസ്രായേലിൻ്റെ യുദ്ധമാണ്, ഇറാൻ്റെയും യുദ്ധമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് ഒരു സ്വയം നിർണയാവകാശമുണ്ട്, സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ട്. ഈ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ പൂർണ്ണമായ അർത്ഥം ബോധ്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആർജവം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഘട്ടത്തിൽ കാട്ടുമോ? ഇതാണ് ന്യായമായ ചോദ്യം. അതുകൊണ്ട് ഹോർമൂസ് കടലിലൂടെ എണ്ണവരവ് അഫക്റ്റഡ് ആയാൽ ബദൽ മാർഗങ്ങൾ തേടാൻ ഇന്ത്യക്ക് അവസരമുണ്ട്, അവകാശമുണ്ട്. അത് നിഷേധിക്കാനാവില്ല എന്നത് എൻ്റെ അഭിപ്രായമാണ്. നിലവിൽ ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന ലോകരാജ്യം അമേരിക്കയാണ്. ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യം അമേരിക്കയല്ല, അത് വെനസ്വേലയാണ്. രണ്ടാമത്തേത് സൗദി അറേബ്യയാണ്. മൂന്നാമത്തെ സ്ഥാനം എണ്ണ പ്രകൃതി വിഭവം എന്ന നിലയിൽ എണ്ണ ഭൂമിക്കടിയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇറാനാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അതിൽ വളരെ താഴെയാണ്, 6 or 7 സ്ഥാനമേ ഉള്ളൂ. അമേരിക്കയുടെ ഭൂമിയുടെ ഇടയിൽ ഷെയിൽ, പാറയ്ക്കടിയിലെ ഒരു എണ്ണ സാന്നിധ്യമാണ്, പ്രത്യേകതരം എണ്ണയാണ് ഷെയിൽ. അതാണ് അമേരിക്കയുടെ പിൻബലം. പരമാവധി അമേരിക്ക എക്സ്ട്രാക്ട് ചെയ്ത് മുൻകാലങ്ങളിൽ ഗൾഫിൽ നിന്ന് റൂട്ട് ചെയ്യുകയായിരുന്നു തുച്ഛമായ വിലയ്ക്ക്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഉത്പാദനം വർദ്ധിപ്പിച്ചു. നിലവിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദനം അമേരിക്കയ്ക്കാണ്. വെനിസ്വേല, ഇപ്പോൾ വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ ഏറ്റെടുക്കും. അങ്ങനെ വന്നാൽ വെനിസ്വേലയിലെ വൻപൻ എണ്ണ ശേഖരം, അതിൻ്റെ ഡിഫാക്ടോ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഇന്ത്യയുമായുള്ള കരാറിൽ പറഞ്ഞത് നിങ്ങൾക്ക് എണ്ണ എത്തിക്കും,
ഞങ്ങൾ നേരിട്ടല്ല, വെനിസ്വേലയിലൂടെ നിങ്ങൾ എണ്ണ എത്തിക്കും. വെനിസ്വേലൻ എണ്ണ അമേരിക്ക നിയന്ത്രിക്കുന്നത്, അതിന് വിപണി കണ്ടെത്താൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. അതൊക്കെ വളരെ ഗൂഢമായ പദ്ധതികളാണ് കേട്ടോ. ഇതൊക്കെ മുൻപ് പരിചയമില്ലാത്ത ചില രീതികളിലേക്കാണ് ലോകം നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ എണ്ണ വലിയ തോതിൽ അമേരിക്കയ്ക്ക് ഉത്പാദനം നടത്തേണ്ടി വരും ഇനിയും. കാരണം മധ്യപൗരസ്ത്യ പ്രദേശത്തു നിന്നും ലാഭകരമായി ഉത്പാദിപ്പിക്കുന്ന എണ്ണ അമേരിക്ക ഉൾപ്പെടെയുള്ള വിപണികളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അത് ഇനിയും കുറഞ്ഞു വരും. അപ്പോൾ ഹോർമോസ് ഉപരോധം കൊണ്ട് അമേരിക്കയെ കാര്യമായി ബാധിക്കാനില്ല, റഷ്യയെ ഒട്ടും ബാധിക്കില്ല. കാരണം റഷ്യ വൻ എണ്ണശക്തിയാണ്, റഷ്യക്ക് വലിയ രീതിയിൽ ഉൽപ്പാദനമുണ്ട്. ആകെ ബുദ്ധിമുട്ട് ഉപരോധം കാരണം റഷ്യനുണ്ടാകും. കാരണം ഉക്രൈൻ യുദ്ധം കാരണം ഉണ്ടായ പാശ്ചാത്യ ഉപരോധമാണ്. റഷ്യയുടെ നാച്ചുറൽ ഗ്യാസ്, പലപ്പോഴും വെസ്റ്റേൺ യൂറോപ്പിന് ഊർജ്ജം പകർന്നിരുന്നത് റഷ്യയുടെ നാച്ചുറൽ ഗ്യാസാണ്. ജർമ്മനിയിലൊക്കെ അവർക്ക് തണുപ്പുള്ള രാജ്യങ്ങളല്ലേ, അവിടെയൊക്കെ ഹീറ്റിംഗ് സംവിധാനം വേണ്ടേ. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ വലിയ ഊർജ്ജ ഉപയോഗം വേണ്ടി വരും, വ്യവസായ ഉൽപ്പാദനത്തിന് ഊർജ്ജം വേണ്ടി വരും. അതെല്ലാം തന്നെ ഇവരൊന്നും എണ്ണസമ്പന്ന രാജ്യങ്ങളല്ലല്ലോ. ബ്രിട്ടന് മാത്രം അവരുടെ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്, കുറച്ചൊക്കെ കയറ്റി അയക്കാനുമുണ്ട്, നോർത്ത് സീ ഓയിൽ എന്ന് പറയും. പക്ഷേ ഫ്രാൻസിനും ജർമ്മനിക്കും സ്പെയിനിനും പോർച്ചുഗലിനും ഒക്കെ വലിയ രീതിയിൽ റഷ്യൻ എണ്ണയായിരുന്നു, പ്രകൃതിവാതകമായിരുന്നു ആശ്രയം. അതൊക്കെ കിട്ടാതെ വരുമ്പോൾ പിന്നെ ഗൾഫ് എണ്ണയാണ്. അവർക്കും എണ്ണ പ്രതിസന്ധി ഉണ്ടാകും. അമേരിക്കയ്ക്ക് മാത്രമല്ല, അമേരിക്കയുടെ യൂറോപ്പിലെ സഖ്യകക്ഷികൾക്കും എണ്ണ വലിയ ഒരു ബാധ്യതയായി മാറും. അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം, ഇറാൻ്റെ പ്രതീക്ഷ ഇത് തന്നെയാണ്. എണ്ണ കിട്ടാതെ വ്യവസായ രംഗം മുരടിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചു തരൂ. അതുകൊണ്ടാണ് അമേരിക്കയുടെ മുഖം വികൃതമായിക്കൊണ്ടേയിരിക്കും. എത്രയോ നീണ്ടുപോകുന്നതും ഇറാന് സ്വീകാര്യമാണ്. നാശനഷ്ടങ്ങളുണ്ടാകും, അത് ശരിയാണ്. പക്ഷേ നീണ്ടുപോകുന്ന യുദ്ധം, അത് എണ്ണയാണ്. ഇറാൻ്റെ പ്രതീക്ഷ, റഷ്യയുടെ പ്രതീക്ഷ, ചൈനയുടെ, എല്ലാവരുടെയും പ്രതീക്ഷയും എണ്ണയാണ്. ത്രട്ടും എണ്ണയാണ്, പ്രതീക്ഷയും എണ്ണയാണ്. എണ്ണയ്ക്ക് വേണ്ടിയുള്ള, കാരണം ഊർജം നമുക്കറിയാമല്ലോ. മൂന്നാം ലോകമഹായുദ്ധം രണ്ട് രീതിയിലാണ് കാണുന്നത്. രണ്ടാം ലോകമഹായുദ്ധം പലപ്പോഴും മറ്റു ചില കാരണം എണ്ണയൊന്നും ആയിരുന്നില്ല, വിഭവങ്ങളായിരുന്നില്ല യഥാർത്ഥ പ്രശ്നം. പക്ഷേ മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിൻ്റെ പേരിലായിരിക്കും, അല്ല എങ്കിൽ അത് ഊർജ്ജ ഉപാധികളുടെ പേരിലായിരിക്കും എന്നതാണ് പല നിരീക്ഷകരുടെ അഭിപ്രായം. അത് ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ മൂന്നാം ലോകമഹായുദ്ധമൊന്നും ആയിട്ടില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏറ്റവും അധികം രാജ്യങ്ങൾ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം എന്നത് ഇപ്പോഴാണ്, 2026 സംഭവിച്ചിരിക്കുന്നത്. മൂന്നാം ലോകമഹായുദ്ധമൊന്നും ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ആകാതിരിക്കട്ടെ, എണ്ണ ആളിക്കത്താതിരിക്കട്ടെ, എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ഈ ഏറെ നാൾ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാൽ രാജ്യങ്ങൾക്ക് എന്താണ് മറ്റൊരു മാർഗം? ഏത് വഴി എണ്ണ എത്തിക്കാം, ഉയർന്ന വിലയ്ക്കാണെങ്കിൽ കൂടി? എണ്ണ അവൈലബിലിറ്റി ഉള്ള രാജ്യങ്ങൾ, അത് വെനിസ്വേലയാണ് ഒന്നാമത്തെ സ്ഥാനം. പക്ഷേ അവിടെ നിന്നുള്ള ലോജിസ്റ്റിക്കൽ നൈറ്റ്മെയർ ഒന്ന് ആലോചിക്കൂ. അവിടെ അറ്റ്ലാന്റിക് കടൽ പൂർണ്ണമായി കുറുകെ കിടക്കണം. എന്നിട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി, ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി പരമ്പരാഗതമായി വന്നിരുന്നത് പോലെ വീണ്ടും വന്ന് അറബിക്കടലിൽ കുറുകെ കിടക്കണം. അങ്ങനെ എത്രയോ ദൂരം. അല്ല എങ്കിൽ വെനിസ്വേലൻ എണ്ണ വരേണ്ടത് ഈ യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത്, അതായത് ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്ന് മെഡിറ്ററേനിയനിൽ പ്രവേശിച്ച് അവിടുന്ന് ചെങ്കടൽ വഴി, അതായത് സൂയസ് കനാൽ വഴി ചെങ്കടലിലെത്തി, ചെങ്കടലിൽ നിന്നും ബാബൽ മന്ദേബ് കടലിടുക്ക് കടന്ന് അറബിക്കടലിലേക്ക് എത്തി വരണം. ഈ രണ്ട് മാർഗ്ഗങ്ങളല്ലാതെ വേറെ ഏത് മാർഗ്ഗമാണുള്ളത്? വളരെ ദൂരെ നിന്നാണ് വെനിസ്വേലൻ എണ്ണ വരേണ്ടത്. നൈജീരിയയിൽ നിന്ന് എണ്ണ വരാം. അത് ആഫ്രിക്കന് മുൻപ് മുഴുവൻ ചുറ്റി വരേണ്ടി വരും നൈജീരിയയിൽ നിന്നും. ഇന്ത്യക്ക് ഏറ്റവും എളുപ്പം എണ്ണ വരാവുന്ന കേന്ദ്രം വെസ്റ്റ് ഏഷ്യ തന്നെയാണ്, പേർഷ്യൻ ഗൾഫ് തന്നെയാണ്. മൊത്തം എണ്ണയുടെ 50% ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. ഇന്ത്യ ഒരു ബുദ്ധിപൂർവ്വം ഡൈവേഴ്സിഫൈഡ് ഓയിൽ പർച്ചേസ് നടത്തിയിരുന്നു. അതാണ് ഇന്ത്യയുടെ ഒരു നല്ല നയമാണ്. ഒറ്റ ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ്. ഓവർ ഡിപ്പെൻഡൻസി ഓൺ വൺ കൺട്രി, ദാറ്റ് വിൽ ബി വെരി വെരി ഡിയർ. അത് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും, റഷ്യ വളരെ ദൂരെ കിടക്കുന്ന സ്ഥലമാണ്, അതുപോലെ ബ്രുണായ്, നൈജീരിയ, പിന്നെ അതുപോലെ ലാറ്റിൻ അമേരിക്കൻ റീജിയൻ, ഇവിടെ നിന്നെല്ലാം ഡൈവേഴ്സിഫൈഡ് ആണ്. കൂട്ടത്തിൽ ഗൾഫിൽ നിന്നും സമയാസമയങ്ങളിൽ നമ്മൾ എണ്ണ വാങ്ങലിൻ്റെ പാറ്റേൺ വ്യത്യാസപ്പെടുത്തും. ഈ സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പോൾ 10%, നേരത്തെ അതിനേക്കാളും കൂടുതലായിരുന്നു. ഇറാഖിൽ നിന്നും വളരെ വലിയ ഒരു സമയത്ത് 40% വരെ എണ്ണ ഇറാഖിൽ നിന്നായിരുന്നു വാങ്ങിയിരുന്നത്. ഒരു സമയത്ത് ഏറ്റവും അധികം ഇറാനിൽ നിന്ന് വാങ്ങിയിരുന്ന ഒരു സമയമുണ്ട്. ഇത് മാറിയും മറിഞ്ഞും വരും. അതുകൊണ്ടൊരു ഫ്ലക്ച്വേറ്റിംഗ് പാറ്റേൺ ആണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പല സാഹചര്യങ്ങളിൽ പേർഷ്യൻ ഗൾഫിൽ നിന്നാണ് എണ്ണ പുറത്തേക്ക്. ഇന്ത്യക്ക് മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്കും ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ ലാർജസ്റ്റ് സോഴ്സ്. കാരണം അവിടെയാണ്, വെസ്റ്റ് ഏഷ്യയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. വെനിസ്വേലയിൽ എണ്ണ ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടുത്തെ എണ്ണപ്പാടങ്ങൾ ഒന്ന് കട്ടിയുള്ള എണ്ണയാണ്.
അത് സംസ്കരിച്ചെടുക്കാൻ വലിയ ചിലവുള്ളതാണ്, ബുദ്ധിമുട്ടാണ്, എല്ലായിടത്തും അത് പറ്റത്തുമില്ല. അത് മാത്രമല്ല റഷ്യയിൽ നിന്നും കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അത് ടോപ്പോഗ്രഫിയുടെ അതായത് ആ ഭൂമിയുടെ പ്രത്യേകതയാണ്. അത് നോർത്ത് സീയിലല്ലേ റഷ്യക്ക് വാം വാട്ടർ പോർട്ട്സ് ഇല്ല എന്ന് ഓർക്കണം. തെക്കൻ തുറമുഖങ്ങൾ ഇന്ത്യൻ ഓഷ്യനിലോ പിന്നെ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലോ പോർട്ടുകളില്ല. പസഫിക് മേഖലയിലും പോർട്ടില്ല. അങ്ങ് കിഴക്ക് വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് അതിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇങ്ങനെ കടങ്ങി മൂക്കിനും ചുറ്റും ഒരു വലം വയ്ക്കുന്ന മാതിരി അറ്റ്ലാന്റിക്കൊക്കെ കടന്ന് ഒരുപാട് ശ്രമകരമായി മാത്രമേ റഷ്യൻ എണ്ണയ്ക്ക് വെളിയിലേക്ക് എത്താനാവൂ. അല്ലെങ്കിൽ റഷ്യ പമ്പ് ചെയ്ത് ഏതെങ്കിലും രാജ്യത്തേക്ക് തെക്കൻ റഷ്യൻ ഓയിൽ പമ്പ് ചെയ്ത് എത്തിച്ച് വാം വാട്ടർ പോർട്ട്സിലൂടെ വിപണനം ചെയ്യാം. അതൊന്നും സാധിക്കില്ല. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഈസ് ഓൾവേസ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്. ലോകത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് ഏറ്റവും വലിയ ഫ്ലാഷ് പോയിൻ്റായ വെസ്റ്റ് ഏഷ്യയിൽ ആണ് പേർഷ്യൻ ഗൾഫ്. അപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയും ചെങ്കടൽ മേഖലയുമാണ് ലോകത്തിൻ്റെ 20% പേർഷ്യൻ ഗൾഫിലൂടെയും മറ്റൊരു 20% ചെങ്കടലിലൂടെയും. ഇപ്പം ചെങ്കടലിലൂടെ വളരെ എളുപ്പം പോകാം. ചെങ്കടൽ നേരെ കയറിക്കഴിഞ്ഞാൽ സൂയസ് കനാലല്ലേ ഈജിപ്തിന് കുറുകെ, അത് മനുഷ്യനിർമ്മിതമായ വലിയ കനാലല്ലേ. ആ സൂയസ് കനാൽ കടന്നാൽ മെഡിറ്ററേനിയൻ എന്ന് പറഞ്ഞാൽ അവിടെ തെക്കൻ യൂറോപ്പാണ്. ഇറ്റലിയിലേക്കും ഗ്രീസിലേക്കും സ്പെയിനിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ പെട്ടെന്ന് കൊണ്ടുപോകാമല്ലോ. പിന്നെ യൂറോപ്പിലെ പമ്പ് ചെയ്ത് പിന്നെ കരവഴി കൊണ്ടുപോകാമല്ലോ, ഒക്കെ സാധിക്കും. പക്ഷേ അവിടെയാണ് ചെങ്കടൽ ഉൾപ്പെടെ ഒരുപക്ഷെ അഫ്രിക്കയുടെ അകട ഹൂതികളാണ് അവിടെ നിയന്ത്രിക്കുന്നതെന്ന് ഓർക്കണം. ഭാഗികമായിട്ടെങ്കിലും ഈ ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ബാബൽ മന്ദേബ് എന്ന കടലിടുക്ക് പ്രദേശം ഹൂതികളുടെ ശക്തി കേന്ദ്രമാണ്. ഇറാൻ അനുകൂല ഷിയ മിലിഷ്യ വിഭാഗമാണ് ഹൂതികൾ എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് വളരെ സങ്കീർണമായ അവസ്ഥയാണ് ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കുൾപ്പെടെ. ദ ഓയിൽ ഷോക്ക് ഈസ് ബിയോണ്ട് ഇമാജിനേഷൻ.